രാവിലെ നല്ല ഉഷാറായിരുന്നു. വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ നല്ല ഒന്നാന്തരം മ്ലാനത. ഓണമൊക്കെ അല്ലേ, വീട് മിസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു ചെറിയ പനിയും. അങ്ങനെ കഷ്ടപ്പെട്ട് കുക്ക് ചെയ്യുമ്പോഴാണ് സാന്ദ്രയുടെ മെസ്സേജ് വരുന്നത്. അപ്പോ ഇന്ന് 3 പെണ്ണുങ്ങളുടെ കഥ കേൾക്കാം. ഇതാണ് 3 പെണ്ണുങ്ങള്. സാന്ദ്ര ഫ്രം മെക്സിക്കോ, ഖദീജ ഫ്രം മൊറോക്കോ ആൻഡ് ഷിഖ ഫ്രം ഇന്ത്യ. ഏകദേശം 1 വർഷം മുൻപ് ഒരു സോളോ ട്രിപ്പിന്റെ ഇടയിലാണ് ഞാൻ ഇവരെ രണ്ടുപേരെയും കണ്ടുമുട്ടുന്നത്. ഞാനിത് പതിവാണ് കേട്ടോ, ഒരു ചെറിയ ബാക്ക് പാക്ക് മാത്രം എടുത്തിട്ട് ഒരു പോക്ക് പോവുക എന്നുള്ളത്. എന്റെ തന്നെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വൺ ഡേ എസ്കേപ്പ് ഫ്രം എവറിഥിങ്. ഇതുപോലെയുള്ള എസ്കേപ്പ് ട്രിപ്പുകളിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് കാടും മലയുമാണ്. മെയിൻ കാരണം ഒട്ടും ക്രൗഡഡ് ആവില്ല എന്നുള്ള. എന്തിനൊക്കെയോ വേണ്ടി ഓടി നടക്കുന്ന തിരക്ക് പിടിച്ചിട്ടുള്ള ജീവിതത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടം. എന്റെ എഴുത്തുകുത്ത് പരിപാടികൾക്ക് ഏറ്റവും നല്ല ഇതുപോലെയുള്ള സ്ഥലങ്ങളാണ്. ഇന്നത്തെ എന്റെ ഈ എസ്കേപ്പ് വാൽദേ നൂറിയ എന്ന പേരുള്ള മനോഹരമായ ഒരു സ്ഥലത്തോട്ടാണ്. പൈറനീസ് മലനിരകളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന ഒരു സ്വർഗഭൂമിയാണ് വാൽദേ നൂറിയ. ബാഴ്സലോണയിൽ നിന്ന് ബസ് കയറി കുറച്ചു കഴിഞ്ഞപ്പോ മുതൽ ഞാൻ കേൾക്കുന്നതാണ് ഇംഗ്ലീഷിലുള്ള സംസാരം. സത്യം പറഞ്ഞ എന്റെ മനസ്സിലെ ലഡ്ഡു പൊട്ടി. അതായത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ കാണാനും കേൾക്കാനും വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ. അങ്ങനെയാണ് ഞാൻ ഇവര് രണ്ടുപേരെയും പരിചയപ്പെടുന്നത്. പിന്നീട് അങ്ങോട്ട് യാത്ര ഒരുമിച്ചായി. യാത്രകൾക്ക് വേണ്ടി വൈറ്റ് കോളർ ജോബ് വരെ ഉപേക്ഷിച്ച് സാന്ദ്രയ്ക്കും യാത്രകളെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന എനിക്കും ഖദീജയ്ക്കും ഷെയർ ചെയ്യാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. കൾച്ചറൽ ഡിഫറൻസസോ ഭാഷയോ ഒന്നും തന്നെ ഒരു തടസ്സമായിരുന്നില്ല. സാന്ദ്രയ്ക്ക് പറയാനുണ്ടായിരുന്നത് യാത്രകളെ കുറിച്ചായിരുന്നു. ഹൈലി പ്രിവിലേജ്ഡ് ആയിട്ടുള്ള വൈറ്റ് കോളർ ജോബ് ഉപേക്ഷിച്ച് ഒരു ബാക്ക് പാക്കും എടുത്ത് ലോകം ചുറ്റുവാനുള്ള തീരുമാനത്തെ കുറിച്ച്. എന്നാൽ എനിക്കും ഖദീജയ്ക്കും ഷെയർ ചെയ്യാനുണ്ടായിരുന്നത് ഹൗ ഡിഫിക്കൽട്ട് ഫോർ എ വുമൺ ഹു കംസ് ഫ്രം എ വെരി കൺസർവേറ്റീവ് ബാക്ക്ഗ്രൗണ്ട് ടു ഫൈൻഡ് ഹെർ ഓൺ സ്കൈ ആൻഡ് ഫ്ലൈ ഫോർ ഹെർസെൽഫ്. അങ്ങനെ 3 വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് വന്ന 3 വ്യത്യസ്തങ്ങളായ ഭാഷകൾ സംസാരിക്കുന്ന 3 പെണ്ണുങ്ങൾക്ക് ഒരു കോമൺ ഗ്രൗണ്ട് കണ്ടെത്താൻ വേറെ കാരണമൊന്നും വേണ്ടി വന്നില്ല. വുമൺഹുഡ് തന്നെ. എത്ര സുന്ദരമായ ജേണിയാണല്ലേ, അപരിചിതരിൽ നിന്നും പരിചിതരിലേക്ക്. ജീവിതത്തിൽ ആദ്യമായിട്ട് മഞ്ഞ് കണ്ടത്തിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ ഞാനിപ്പോ. കുഞ്ഞുനാളിലുള്ള എന്റെ ഫേവറേറ്റ് കളക്ഷനിൽ ഒന്നാണ് ജോവാന സ്പൈറയുടെ ഹെയ്ഡി എന്ന് പറയുന്ന ഒരു നോവല്. എന്റെ ഈ എസ്കേപ്പ് ജേണിയിൽ ഞാൻ ഹെയ്ഡി ആയിട്ട് ജീവിക്കുകയായിരുന്നു, ലൈക്ക് എ ഡ്രീം. ഇനി മലയാളികളോടൊരു ചോദ്യം, ഈ ട്യൂണ് എവിടെങ്കിലും കേട്ട് പരിചയമുണ്ടോ? എന്തെങ്കിലും കത്തിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇന്നത്തെ സ്റ്റോറി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് അറിയിക്കുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ വണക്കം. അപ്പൊ ട്യൂൺ മറക്കണ്ട.